നമസ്കാരം. ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷനും ഡോക്ടർ അഗർവാൾ ഐ ഹോസ്പിറ്റലും സംയുക്തമായി സംഘടിപ്പിച്ച സൗജന്യ നേത്ര പരിശോധനാ മെഡിക്കൽ ക്യാമ്പ് ശ്രദ്ധേയമായി. ആഗോള കേരള പ്രവാസി അസോസിയേഷൻ GKPA കൊല്ലം ജില്ലാ അഡ്ഹോക് കമ്മിറ്റിയും ഡോക്ടർ അഗർവാൾ ഐ ഹോസ്പിറ്റലും സംയുക്തമായി ആഗസ്റ്റ് 6 കടപ്പാക്കടയിലെ ഡോക്ടർ അഗർവാൾ ഐ ഹോസ്പിറ്റലിൽ സംഘടിപ്പിച്ച സൗജന്യ നേത്ര പരിശോധനാ മെഡിക്കൽ ക്യാമ്പ് ശ്രദ്ധേയമായി. പ്രവാസി കുടുംബാംഗങ്ങളും പൊതുജനങ്ങളും ഉൾപ്പെടെ നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്ത് നേത്ര പരിശോധനയും വിദഗ്ധരുടെ നിർദ്ദേശങ്ങളും സ്വീകരിച്ചു. മെഡിക്കൽ ക്യാമ്പ് കൊല്ലം കോർപ്പറേഷൻ കടപ്പാക്കട ഡിവിഷൻ കൗൺസിലർ A. പ്രവീൺ കുമാർ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം ഇപ്പൊ തന്നെ പറഞ്ഞു, ഗ്ലോബലിലെ മൊത്തത്തില് ചാരിറ്റി ചെയ്യുന്ന ഒരു സംഘടനയാണ്. അദ്ദേഹം ഞങ്ങൾ ഒരുമിച്ച് ഇരുന്ന് പഠിച്ച അദ്ദേഹം അതിന്റെ ഒരു സംഘടനയുടെ പ്രസിഡന്റ് ആകുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാനും ഒരു സേവന സംഘടനയെ കൂടെയാണ് കൗൺസിലറൊക്കെ ആയത്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ വേറെ ഒരു ക്ലബിന് ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്ത് പരസ്യം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മാനേജർ സാറിനെ വന്ന് കണ്ട് എന്നാൽ പുള്ളിയായിട്ട് സംസാരിച്ചപ്പോൾ പുള്ളി ഞങ്ങളുടെ ഡിവിഷനിൽ ഓണം കഴിഞ്ഞിട്ട് അപ്പോൾ എപ്പോഴും നടത്താൻ തയ്യാറാകുന്നു ഒരു മറ്റേ മെഡിക്കൽ നേത്ര ചികിത്സാ ക്യാമ്പ് നടത്താമെന്ന് പറഞ്ഞു. വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ ഈ ഓണത്തിനിടയിലായതുകൊണ്ട് എല്ലാവരും തിരക്കായത് ഓണം കഴിഞ്ഞിട്ട് നമുക്ക് നടത്താമെന്ന് പറഞ്ഞു. അതിന് എല്ലാവിധ സഹകരണങ്ങളും ഉള്ള ഒരു കൂടുതൽ നാളായിട്ടില്ലെന്ന് തോന്നുന്നു പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. എന്നാലും ആ കുറഞ്ഞ നാളുകൾ കൊണ്ട് നല്ലൊരു പേരുണ്ടാക്കിയെടുക്കാൻ ഈ ഹോസ്പിറ്റലിന് കഴിഞ്ഞിട്ടുണ്ട്. GKPA സംസ്ഥാന പ്രസിഡന്റ് പ്രേംസൻ കായംകുളം മുഖ്യ പ്രഭാഷണം നടത്തി. ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ കൊല്ലം ജില്ലാ പ്രസിഡന്റ് ഷിബു റാവുത്തർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൾ റസാഖ് സ്വാഗതം ആശംസിക്കുകയും ഡോക്ടർ അഗർവാൾ ഐ ഹോസ്പിറ്റലിൻ്റെ സെൻറ്റർ ഹെഡ് മഹേഷ് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. പ്രമുഖ നേത്രരോഗ വിദഗ്ധരായ ഡോക്ടർ ഹർഷ K. പ്രഭാകരൻ, കാറ്ററാക്ട് ആൻഡ് ഗ്ലൂക്കോമ സർജൻ, ഡോക്ടർ മീര മധുസൂദൻ, കാറ്ററാക്ട് ആൻഡ് മെഡിക്കൽ റെറ്റിന സ്പെഷ്യലിസ്റ്റ്, ഡോക്ടർ കൃഷ്ണപ്രിയ, കൺസൾട്ടന്റ് ഒഫ്താൽമോളജിസ്റ്റ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. എല്ലാവർക്കും നമസ്കാരം. ക്യാമ്പ് ഓർഗനൈസ് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല, കാഴ്ചയുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ നിങ്ങൾ പ്രത്യേകിച്ച് പ്രവാസികൾ നിങ്ങളുടെ ഒരു ലൈഫിൽ നിങ്ങൾക്ക് കുടുംബത്തിന് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടവരും കൂടിയാണ്. അതിന് വേണ്ടിയിട്ട് ആ കഷ്ടപ്പാടും ആ ഒരു ജോലിത്തിരക്കിന് ഇടയിലും മിക്കവാറും നമ്മളുടെ ഹെൽത്ത്, നമ്മളുടെ കണ്ണിൻ്റെ എസ്പെഷ്യലി ഹെൽത്ത് മറന്നു പോകാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടി സമയം ചെലവാക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാവില്ല പല പ്രാവശ്യം. അപ്പം ഇപ്പോൾ നിങ്ങൾ മെയിൻലി ഐ തിങ്ക് റിട്ടയർഡ് ലൈഫാണ് ഇപ്പോൾ എൻജോയ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ട്. ആൻഡ് എസ്പെഷ്യലി നമ്മുടെ കാഴ്ചയെ എഫക്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അത് നമ്മൾ ഏറ്റവും മുന്നേ അത് കണ്ടുപിടിച്ച് അത് ചികിത്സിക്കുകയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ കാഴ്ച നഷ്ടപ്പെട്ടിട്ട് അതിനെക്കുറിച്ച് പിന്നെ ആ ഒരു കാഴ്ചയുടെ ഇമ്പോർട്ടൻസ് അറിയുന്നതിനേക്കാളും ഇമ്പോർട്ടൻറ്റ് നമ്മളതിന് മുന്നേ കണ്ടുപിടിച്ച് അത് വരാതിരിക്കാൻ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ മോസ്റ്റ്ലി നമ്മൾ അത് ഒരു റെഗുലർ ചെക്കപ്പ് ചെയ്താൽ മാത്രമേ അത് മുന്നേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ കാഴ്ച നഷ്ടപ്പെടുന്നത് നമുക്ക് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. നമുക്ക് തിമിരം കൊണ്ട് വരാം. അതുകൂടാതെ പല അസുഖങ്ങളും ഉണ്ട് നമുക്ക് കാഴ്ച നഷ്ടപ്പെടുന്നത്. തിമിരം മാത്രമല്ല, ഇപ്പം എന്നറിയില്ല, നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം വേറെ ഏതൊക്കെ അസുഖങ്ങളുണ്ട് കാഴ്ച നഷ്ടപ്പെടാനായിട്ട്? മോസ്റ്റ്ലി എല്ലാവർക്കും തന്നെ അറിയാം ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഡയബറ്റിസ് നമുക്ക് പലർക്കും ഉണ്ടാകും. കാഴ്ചേൻ്റെ കണ്ണിൻ്റെ ഞരമ്പിനെ അഫക്റ്റ് ചെയ്യും. ഇനീഷ്യൽ സ്റ്റേജസിൽ അത് നമ്മൾ കണ്ടുപിടിച്ച് അത് അപ്പോഴേ നമ്മൾ സ്റ്റോപ്പ് ചെയ്താൽ അത് പ്രോഗ്രസ് ചെയ്യാതിരിക്കാൻ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അത് നമുക്ക് അറിയത്തില്ല, നമ്മൾ ചെക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അത് അറിയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ കാറ്ററാക്റ്റും തിമിരവും ചിലവർക്ക് അതിൻ്റെ സിംറ്റംസ് ആദ്യമായിട്ട് അറിയില്ല. ചിലപ്പോൾ ഒരു ക്ലിയർ അടിക്കലായിരിക്കും, ചെറിയ മങ്ങലായിരിക്കും, നമ്മളത് ഇഗ്നോർ ചെയ്യും. പക്ഷേ ഇവിടെ വന്ന് നോക്കുമ്പോഴായിരിക്കും നമ്മൾ ആ മൈക്രോസ്കോപ്പിലൊക്കെ നോക്കുമ്പോഴാണ് അതിൻ്റെ എത്രത്തോളം തിക്നെസ് അത് അറിഞ്ഞിട്ട് നമുക്ക് തിമിരത്തിന് മരുന്നൊന്നുമില്ല, അതിൻ്റെ ശസ്ത്രക്രിയ മാത്രമാണ് അതിൻ്റെ ചികിത്സ. പക്ഷേ ഏർലി ആയിട്ട് ഡിറ്റക്ട് ചെയ്താലും നമുക്ക് ആ കാഴ്ച റീറ്റെയിൻ ചെയ്യാൻ പറ്റും.
പല അസുഖങ്ങൾ, ഇപ്പോൾ സാറ് പറഞ്ഞ ഗ്ലോക്കോമ, അതൊക്കെ നമ്മൾ കാഴ്ചയുടെ വ്യാപ്തത്തിനെ അഫക്റ്റ് ചെയ്യുന്നത്. സൈഡ് വിഷനാണ് അത് പോവുക. പയ്യെ സൈഡ് വിഷൻ പോകുന്നതും നമ്മൾ അറിയില്ല. മാർക്കറ്റിംഗ് മാനേജർ റഫീഖ് ഫാസിൽ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഫഗത് എസ് നായർ എന്നിവരുടെ നേതൃത്വത്തിൽ ക്യാമ്പിൻ്റെ ഏകോപനവും ക്രമീകരണങ്ങളും മികച്ച രീതിയിൽ നടന്നു. ക്യാമ്പിൽ സൗജന്യ നേത്ര പരിശോധന, കണ്ണിൻ്റെ മർദ്ദ പരിശോധന, തിമിര രോഗത്തിനുള്ള പ്രാഥമിക പരിശോധന, പ്രമേഹ രോഗികളുടെ റെറ്റിന സംബന്ധമായ പ്രാഥമിക വിലയിരുത്തൽ, കുട്ടികളുടെ നേത്ര പരിശോധന, വിവിധ നേത്ര രോഗങ്ങൾ കണ്ടെത്തുന്നതിനുള്ള പരിശോധനകൾ, ആവശ്യമായവർക്ക് വിദഗ്ധ ചികിത്സയ്ക്കും ശസ്ത്രക്രിയയ്ക്കുമുള്ള നിർദ്ദേശങ്ങൾ എന്നിവ നൽകി. നിരവധി പേർക്ക് തുടർ ചികിത്സയും ശസ്ത്രക്രിയയും ആവശ്യമായതായി കണ്ടെത്തി. ഇന്ത്യയിലെ പ്രമുഖ നേത്ര ചികിത്സാ ശൃംഖലകളിലൊന്നായ ഡോക്ടർ അഗർവാൾ ഐ ഹോസ്പിറ്റൽ അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങളും അന്തർദേശീയ നിലവാരത്തിലുമുള്ള ഉപകരണങ്ങളും ഉപയോഗിച്ചാണ് നേത്ര രോഗ നിർണയവും ചികിത്സയും നൽകി വരുന്നത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി നൂറുകണക്കിന് ശാഖകളിലൂടെ ലക്ഷക്കണക്കിന് രോഗികൾക്ക് ഗുണമേന്മയുള്ള നേത്ര ചികിത്സ ലഭ്യമാക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ കൊല്ലം ശാഖയും ആധുനിക സാങ്കേതിക വിദ്യയും മികച്ച വിദഗ്ധ സേവനങ്ങളും കൊണ്ട് ശ്രദ്ധേയമാണ്. തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ ചികിത്സ, റെറ്റിന സംബന്ധമായ സങ്കീർണ ചികിത്സകൾ, കോർണിയ ചികിത്സ, കുട്ടികളുടെ നേത്രരോഗ ചികിത്സ എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ സേവനങ്ങൾ ഇവിടെ ലഭ്യമാണ്. കാഴ്ച നഷ്ടപ്പെട്ടവർക്ക് വീണ്ടും കാഴ്ച ലഭ്യമാക്കാൻ സഹായിക്കുന്ന നൂതന ചികിത്സാ രീതികളും ഗവേഷണാധിഷ്ഠിത സംവിധാനങ്ങളും ആശുപത്രിയുടെ പ്രത്യേകതകളാണ്. പരിപാടിയിൽ സിവിൽ ഡിഫൻസ് സേന കടപ്പാക്കട നിലയം വാർഡൻ മുഹമ്മദ് സുഹൈൽ, GKPA ട്രഷറർ ക്ലിഫ്റ്റൻ മോത്ത, മുൻ ട്രഷറർ ആന്റണി നെറ്റോ, ജോയിന്റ് സെക്രട്ടറി അലക്സാണ്ടർ സെബാസ്റ്റ്യൻ, ഭാരവാഹികളായ കെന്നത്ത് ഗോമസ്, കുരീപ്പുഴ യഹിയ, വിജയകുമാർ, അമ്പിളി ഇബ്രാഹിംകുട്ടി, മുരുകാനന്ദൻ, മുഖത്തല സുഭാഷ്, സജിത ഷാജഹാൻ എന്നിവരുൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ജനങ്ങളുടെ കണ്ണുകളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച ഈ മെഡിക്കൽ ക്യാമ്പ് വലിയ ജനപങ്കാളിത്തത്തോടെയും മികച്ച സേവനങ്ങളോടെയും വിജയകരമായി സമാപിച്ചതായി ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ കൊല്ലം ജില്ലാ അഡ്ഹോക് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കൊല്ലം.